ഓണം വാരാഘോഷ പരിപാടി ഓണനിലാവ് 2025 കൊടിയിറങ്ങി. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഓണനിലാവ് 2025 സമാപനമായത്. കൊല്ലം ബീച്ചിലെ പ്രധാന വേദിയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തുന്ന ഓണം കേരളീയർ ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി DTPCയും ജില്ലാ ഭരണകൂടവും സർക്കാരും ചേർന്ന് ബൃഹത്തായ ഓണാഘോഷമാണ് സംഘടിപ്പിച്ചത്. സിവിൽ സപ്ലൈസ്, ത്രിവേണി, മാവേലി സ്റ്റോർ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി സർക്കാർ അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കിയതോടെ ജനങ്ങൾക്ക് ഓണം സമൃദ്ധമായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ ഓണം നമ്മുടെ നാടെന്നും ഒക്കുമകൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രിയപ്പെട്ട മലയാളികളെല്ലാം അത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം. ആ ഓണത്തിൽ നമുക്കറിയാം, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ജില്ലയിൽ നടന്ന കന്യാറ്റി ജലോത്സവം കാണാൻ 10,000-കണക്കിന് ആളുകൾ ഒത്തുകൂടി. കേരളീയർക്കൊപ്പം ഓണം ഉത്സവമാക്കാൻ വിദേശികളും എത്തി. കൊല്ലം ബീച്ച് ആധുനികവത്കരണ പദ്ധതി ഉടനെ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എം നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. ഓണം ആഘോഷിക്കുക. ഇന്നിപ്പോ സദയദിനാഘോഷമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനപൂർവമായ, സന്തോഷകരമായ, സമരരഹിതമായ ഓണമാണ് കടന്നുപോയത്. ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കുന്നതിന് വേണ്ടി, സന്തോഷകരമാക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും സർക്കാർ നേരത്തെ തന്നെ ചെയ്തു. തന്നെയാണ് എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. ആ ഒരുമ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഓണാഘോഷ വേളയിൽ മനസ്സുകൊണ്ട് നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യാതിഥിയായി. ഈ ഒരു സൗഹൃദവും ഈ ഒരു സന്തോഷവും ഏതെങ്കിലും ആഘോഷത്തിൽ നമ്മുടെ നാട് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വടക്കോട്ട് പോയാൽ കാണാൻ കഴിയില്ല. മനുഷ്യരെ പ്രത്യേകമായ അറകളിൽ നിർത്തി അവരുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ചുരുക്കി അവരിലേക്ക് ഒതുക്കി അവരുടെ സന്തോഷത്തെ അവരിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താനുള്ള പരിശ്രമമാണ് നമ്മുടെ രാജ്യത്തെ ജനതകളെ ഭിന്നിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പലരും പരിശ്രമിക്കുന്നത്. സെപ്റ്റംബർ 4 മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വേദികളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.